78ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് നമ്മുടെ രാജ്യം. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. പ്രത്യേക അതിഥികളായി ഇത്തവണ 6000-ഓളം പേർ ചെങ്കോട്ടയിലെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. അതിൽ വനിതകളും ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. കർഷകരും ആ 6000-ഓളം പേരിൽ ഉണ്ടാകും. ഒപ്പം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ക്ഷണമുണ്ട്. അവരും ആ ചടങ്ങിന്റെ മാറ്റുകൂട്ടും. വികസിത് ഭാരത് 2047 എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം. അവിടെ ചടങ്ങുകൾ ഇപ്പോൾ ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. കനത്ത സുരക്ഷയിലാണ് ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളും. ഇതിനായി 10,000-ഓളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രം 2000-ഓളം ട്രാഫിക് കൺട്രോൾ ചെയ്യാനായി അതിനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തും. 7:30-ഓടെ പതാക ഉയർത്തും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും രാജ്യതലസ്ഥാനത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി എത്തും. കര, നാവിക, വ്യോമസേനകൾ, ദില്ലി പോലീസ്, NCC, NSS ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമാകും. ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ റാലികളും നടന്നിരുന്നു. വീടുകളിലും ദേശീയ പതാക ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിശിഷ്ട ഭാരത് വികസിത് ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം നടത്തുക. ചെങ്കോട്ടയിൽ ആഘോഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. ഇപ്പോൾ വലിയ സുരക്ഷയിലാണ്. കനത്ത സുരക്ഷാ വിന്യാസമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, പ്രധാനമന്ത്രി എപ്പോഴാണ് ചെങ്കോട്ടയിലേക്ക് എത്തുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 7:30 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ തൻ്റെ പ്രസംഗത്തിനായി എത്തുക. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പതാക ഉയർത്തുന്ന ചടങ്ങുണ്ടാകും. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം സഗൗരവം ആണ് രാഷ്ട്രം ഉറ്റുനോക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ഈ പ്രസംഗം വളരെയധികം ശ്രദ്ധേയമായിരുന്നു. സാധാരണ പ്രധാനമന്ത്രിമാർ നടത്തുന്നതിനേക്കാൾ ദൈർഘ്യമേറിയ പ്രസംഗമാണ് നരേന്ദ്രമോദി എപ്പോഴും ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ളത്. ഇത് മോദിയുടെ 11ാമത്തെ പ്രസംഗം എന്ന തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ഏറ്റവും കുറവ് സംസാരിച്ച അടൽ ബിഹാരി വാജ്പേയിയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്ന നരേന്ദ്രമോദിയിലെ ആണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാജ്പേയി 2002-ലും 2003-ലുമൊക്കെ അത് വളരെ 25-30 മിനിറ്റ് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി 2017-ൽ 55 മിനിറ്റാണ് ഏറ്റവും കുറവ് സംസാരിച്ച സമയം. അതേസമയം 2016-ൽ 94 മിനിറ്റുകൾ അദ്ദേഹം സംസാരിക്കുകയും ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാകുകയും ഒക്കെ ചെയ്തു. പല ഘട്ടങ്ങളിലും ഈ പ്രസംഗം വളരെയധികം ശ്രദ്ധേയമാകുന്ന സാഹചര്യമുണ്ടായി. 2014-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പ്രധാൻ സേവക് എന്ന ഒരു പദം അവിടെ പ്രയോഗിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രധാന സേവകനാണ് താൻ രാജ്യത്തിൻ്റെ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം 2015-ലാകുമ്പോൾ ടീം ഇന്ത്യ എന്ന ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. 16-ലാകുമ്പോഴേക്കും സ്വരാജിൽ നിന്ന് സുരാജിലേക്ക് നീങ്ങണം രാജ്യം എന്ന ആഹ്വാനം അദ്ദേഹം ഇവിടെ നൽകുന്നു. അതായത് സ്വരാജ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭരണ സംവിധാനമുള്ള ഒരു രാജ്യം എന്ന തരത്തിൽ ആണ് നമ്മളത് പ്രയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ല ഒരു രാജ്യം എന്ന നിലപാടിലേക്ക് നമ്മൾ മാറണം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂ ഇന്ത്യ എന്ന ഒരു കാഴ്ചപ്പാട് 2017-ൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. 2019-ലാണ് ഈ ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖിനെതിരെയൊക്കെയുള്ളൊരു നിയമത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. 2020-ലാകുമ്പോഴേക്കും ഈ സേവ പരമോധർമ്മ എന്ന ഒരു പ്രയോഗം അദ്ദേഹം നടത്തുന്നു. പിന്നെ നാരി ശക്തി എന്നൊരു പ്രയോഗം വരുന്നതും ഈ ചെങ്കോട്ടയിൽ നിന്നാണ്. 2023-ൽ റിഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്ന നിലപാട് അദ്ദേഹം അല്ലെങ്കിൽ ആ മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നു.
2023 പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ തന്നെയായിരിക്കും BJP നയിക്കുക എന്ന ഒരു സൂചന കൂടി 2023 അദ്ദേഹം നൽകുന്നു. കാരണം അടുത്ത വർഷം ചെങ്കോട്ടയിൽ താൻ എത്തും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് BJP താൻ തന്നെ നയിക്കും എന്ന ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വർണ്ണാഭമായ ചടങ്ങുകളാണ് ഈ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. 11ാമത്തെ ഒരു പ്രസംഗത്തിനായി, സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ രാജ്നാഥ് സിംഗ് ആയിരിക്കും സ്വീകരിക്കുക. പിന്നീട് ഗാർഡ് ഓഫ് ഓണർ ഇരുവരും ചേർന്ന് പരിശോധിക്കും. പ്രധാനമന്ത്രി ആയിരിക്കും ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക. ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. കമാൻഡോകളുടെയും സ്നൈപ്പർ ഷൂട്ടർമാരുടെയും ഒക്കെ സേവനം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഈ പ്രധാനമന്ത്രി പ്രധാനമായും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന ഒരു നയമാണ് 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്ന്. ആ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികൾ ആയിരിക്കും പ്രധാനമായി നടത്തുക. കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ചില പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അതുമായി ബന്ധപ്പെട്ട അത് നടപ്പിലാക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളിലെ പോലും സ്പെഷ്യൽ അതിഥികളായി, പ്രത്യേക അതിഥികളായി അവിടെ നിയോഗിച്ചിരിക്കുന്നു. പരമാവധി ഇടങ്ങളിൽ CCTV ക്യാമറകളുടെ സേവനം ഉറപ്പാക്കിയിരിക്കുന്നു. അതുപോലെ നിരവധി അതിഥികൾ അവരെല്ലാം തന്നെ ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. 7:30 പതാക ഉയർത്തുന്ന ചടങ്ങ് നടക്കും എന്നാണ് കരുതുന്നത്. ഇന്നലെ തന്നെ ഡൽഹിയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ ത്രിവർണ്ണ നിറത്തിലുള്ള വൈദ്യുതി അലങ്കാരങ്ങൾ കൊണ്ട് തലസ്ഥാന നഗരം അങ്ങനെ ഇന്നലെ പ്രദീപ്തമായിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാജ്യത്തിന് അവരുടെ സന്ദേശം, രാഷ്ട്രപതിയുടെ സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം അമിത്ഷായും ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിന ചടങ്ങുകളിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കും. സംസ്ഥാനത്തും അതുപോലെ സംസ്ഥാന തലസ്ഥാനങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനുള്ള ചടങ്ങുകൾ ഒരുങ്ങുന്നു. അങ്ങനെ രാജ്യം 78ാമത്തെ സ്വാതന്ത്ര്യദിനം വളരെ വർണ്ണാഭമായി ആഘോഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതാണ് മനു ഭരത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ടയിൽ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.